ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ കൊട്ടാരമറ്റം തറവാട്ടിൽ അലീന എത്തിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ് സ്റ്റാൻലിയുടെ മറ്റു രണ്ട് സഹോദരന്മാരായ ആൽബർട്ടും ഔസേപ്പച്ചനും എത്തിച്ചേർന്നിട്ടുണ്ട്. 7:30 മണിയായപ്പോഴേക്കും അവരുടെ ജീപ്പ് കൊട്ടാരമറ്റം തറവാടിന്റെ വീട്ടുമുറ്റത്തെത്തി. അലീനയെ അപമാനിച്ചിറക്കിയിടുക എന്നത് തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. വന്നയുടനെ അവർ റോബിച്ചനെയും വിളിച്ച് ടെറസിലേക്ക് കയറിപ്പോയി. തുടർന്ന് അവിടെ ഒരു കൂടിയാലോചന അരങ്ങേറി. അലീനയുടെ വരവും അതിനോടുള്ള ലാലിച്ചിന്റെ ഓതക്കുട്ടിച്ചാന്റെ സമീപനവും തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുമായിരുന്നു പ്രധാന ചർച്ച. അതിനിടയിൽ ഒരു കുപ്പിയുടെ അടപ്പം തുറക്കപ്പെട്ടു. അത്താഴത്തിന് സമയമായപ്പോൾ 3 പേരും താഴെ ഇറങ്ങി ഊണുമുറിയിലെത്തി. ഔസേപ്പച്ചൻ ഔതക്കുട്ടിച്ചായനെ വിളിച്ചു വരുത്തി വിചാരണ ആരംഭിച്ചു. ലാലിച്ചായൻ, ഇതെന്തിന്റെ പുറപ്പാടില്ല അപ്പച്ച? ഇവളെ എന്തിനാണ് ഈ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? കുളത്തൂർ പുഴയിലും അഞ്ചലിലും നാട്ടിച്ചത് പോരാഞ്ഞിട്ടാണോ? അപ്പച്ചൻ എന്നാത്തിനാ ലാലിച്ചന് ഈ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്നത്? അല്ല, മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക. മക്കളുടെ ആവലാതികളെല്ലാം കേട്ടിട്ട് ഔതക്കുട്ടിച്ചായൻ പറയുകയാണ്, ലാലിച്ചൻ നാളെയോ മറ്റന്നാളോ ഇങ്ങ് വരും. ചോദിക്കാനുള്ളവരൊക്കെ ഇവിടെ ഹാജരായി വേണ്ടതുപോലെ ചോദിച്ച് മറുപടി വാങ്ങിച്ചോണം. ആൻസിയും മറിയക്കുട്ടിയും കൂടിയാണ് ഊണുമേശയിൽ പ്ലേറ്റുകൾ നിരത്തിയതും വിളമ്പിയതും. അലീന മനഃപൂർവ്വം ആ ഭാഗത്തേക്ക് പോയതേയില്ല. കുട്ടികളടക്കം എല്ലാവരും ഇരുന്നു കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായൻ അലീനയെ വിളിച്ചു. അവൾ വാതിൽ കടന്നു ചെന്നതും ഔസേപ്പച്ചന്റെയും ആൽബർട്ടിന്റെയും നോട്ടം അവളുടെ മേത്ത് വീണു. ചിന്നമ്മയുമായുള്ള രൂപസാദൃശ്യം അവരെ തെല്ലും അമ്പരപ്പിച്ചെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന കസേര നിരക്കിയിട്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, നീ എന്നാത്തിനാ മോളെ മാറി നിൽക്കുന്നത്? നീ കൂടി വന്നിരിക്കേ. അലീന ചുറ്റുമൊന്ന് നോക്കി. എന്നിട്ട് എല്ലാവരോടുമായി ചോദിക്കുക, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ ഊണുമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത ഉണ്ടാവോ? വല്യപ്പച്ചന്റെ മക്കൾ പറയട്ടെ, എന്നാ മാത്രമേ ഞാൻ ഇവിടെ ഇരിക്കൂ. അലീനയുടെ ശാന്തമായ സ്വരത്തിന് ശേഷം തെല്ലും ഒരു നിശബ്ദതയായിരുന്നു ഊണുമുറിയിൽ. ഔതക്കുട്ടിച്ചായൻ തന്റെ ആൺമക്കളുടെ മുഖത്തേക്ക് നോക്കി. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം ഔസേപ്പച്ചന്റെയും ആൽബർട്ടിന്റെയും മുഖത്ത് നോക്കി ചോദിക്കുക, നീ അവള് പറഞ്ഞ കേട്ടില്ലടാ? ആർക്കൊന്നും പറയാനില്ലേ? പെട്ടെന്ന് ഔസേപ്പച്ചൻ വെട്ടി തുറന്ന് പറയുകയാണ്, ഈ ഊണുമേശയിൽ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് മാത്രമല്ല, ഈ തറവാട്ടിൽ കാല് കുത്താനുള്ള യോഗ്യത പോലും നിനക്കില്ല. അത്രയും കേട്ടപ്പോഴേക്കും ആൽബർട്ടിനും ധൈര്യമായി. അയാൾ പറയുകയാണ്, നിന്നെ ഞങ്ങൾ എന്തായാലും കൊട്ടാരമറ്റം തറവാട്ടിലെ അംഗമായി അംഗീകരിച്ചിട്ടില്ല, ഇനി അംഗീകരിക്കാൻ ഉദ്ദേശവുമില്ല. ലാലിച്ചായന് പറ്റിയ ഒരു കൈത്തറ്റിന്റെ നാണക്കേട് അത് ഞങ്ങൾ എന്നാത്തിനാ ചുമക്കുന്നത്? ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഈ ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾ രണ്ടുപേര് ചേർന്ന് തീരുമാനിച്ചാൽ മതിയോ? നിങ്ങളാണോ ഇവിടുത്തെ ന്യായാധിപന്മാര്? ആ, ഞങ്ങളോട് ചോദിച്ചതിന്റെ മറുപടി ഞങ്ങൾ പറഞ്ഞു, അത്ര തന്നെ. അപ്പൊ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, അവൾ ഇവിടെ വന്നിരുന്ന് കഴിച്ചാൽ നിങ്ങൾ എന്നാ ചെയ്യുന്ന? എഴുന്നേൽപ്പിച്ചു വിടുവോ? മോളെ, നീ ഇവിടെ വന്നിരിക്കേ. അത് കേട്ട് അലീന മേശക്കരികിൽ വന്ന് ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് ചോറും കറികളും ഇട്ടു. അത്രയായപ്പോഴേക്കും ഔസേപ്പച്ചന് ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. ഇത് കണ്ടുകൊണ്ട് അലീന പറയുന്നുണ്ട്, ആരും എഴുന്നേറ്റ് പോകണ്ട, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ആരോടും കുസ്തി പിടിച്ചിട്ട് ഒരു സ്ഥാനം എനിക്ക് വേണ്ട. അവൾ ഭക്ഷണം വിളമ്പിയെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അടുക്കള വാതിൽക്കലെത്തിയതും അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുകയാണ്, കഴിഞ്ഞ 23 വർഷം ഞാൻ ഭക്ഷണം കഴിച്ചത് ഒരു അനാഥാലയത്തിന്റെ വരാന്തയിൽ ഇരുന്നുകൊണ്ടാ. പാത്രം ഇത്രയ്ക്കും നല്ലതായിരുന്നില്ല, ഭക്ഷണവും ഇത്ര വിലപിടിപ്പുള്ളതായിരുന്നില്ല. പക്ഷേ ആ ഭക്ഷണത്തിന്റെ രുചിയൊന്നും പിന്നീട് ഞാൻ കഴിച്ച ഒരു ഭക്ഷണത്തിനും എവിടെയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അത് ഏത് മണിമാളികയിൽ ഇരുന്ന് കഴിച്ചാലും. അലീനയുടെ വർത്തമാനം കേട്ട് എല്ലാവരും അവളെ തന്നെ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു, ഈ വീട്ടിൽ കയറ്റുക പോലും ചെയ്യരുതായിരുന്നു, ഭക്ഷണം കൊടുക്കരുതായിരുന്നു എന്നൊക്കെ. ഈ വീട്ടിൽ ഒരു സ്ഥാനവും നേടിയെടുക്കാൻ വന്നതല്ല ഞാൻ. ഒരവകാശവും വേണ്ട. ആരും ഇല്ലാത്തവളാണെന്ന് വിചാരിച്ച കഴിഞ്ഞ 23 വർഷവും ഞാൻ ജീവിച്ചത്. സ്വന്തക്കാരായിട്ട് ഒരുപാട് പേരും ഉണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവരും കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായി, അതുകൊണ്ട് മാത്രം വന്നതാ. നാളെയോ മറ്റന്നാളോ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അലീന കിച്ചണിലേക്ക് കയറി. 2 നിമിഷം അവൾ അനങ്ങാതെ നിന്നു. പറയേണ്ടത് മുഴുവൻ പറഞ്ഞില്ലെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് അവൾ ഡോർ കർട്ടൻ മാറ്റിക്കൊണ്ട് ഊണുമുറിയിലിരിക്കുന്നവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഒരു അനാഥാലയത്തിൽ ജീവിച്ചു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ല, ഞാൻ എങ്ങനെ അനാഥാലയത്തിലെത്തിയത്? അതെന്റെ കുറ്റം കൊണ്ടാണോ? അലീനയുടെ ചോദ്യങ്ങൾ കേട്ട് ഔസേപ്പച്ചനും ആൽബർട്ടും അടക്കം എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. വീണ്ടും അലീന പറയുകയാണ്, ഓരോ കുഞ്ഞും അനാഥാലയത്തിൽ എത്തിച്ചേരുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല. വേറെ ആരൊക്കെയോ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അനുഭവിക്കുന്ന നിരപരാധികളാണ് ഈ അനാഥ കുഞ്ഞുങ്ങൾ. നിങ്ങൾ ആരൊക്കെയോ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് കഴിഞ്ഞ 23 വർഷവും ഞാൻ അനുഭവിച്ചത്. ഇനി അനുഭവിക്കാനിരിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ ഈ തറവാട്ടുമുറ്റത്ത് ഓടി നടന്ന് കളിച്ചു വളരേണ്ടവൾ തന്നെയായിരുന്നില്ലേ ഞാനും? നിങ്ങളുടെ മക്കളെപ്പോലെ സ്നേഹിച്ച് സംരക്ഷിക്കേണ്ടതായിരുന്നില്ലേ എന്നെയും? അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിഷേധിക്കാനാവാത്ത വിധം വ്യക്തവും യുക്തവുമായിരുന്നു അലീനയുടെ ചോദ്യങ്ങൾ. അവളുടെ നേർക്ക് നോക്കിക്കൊണ്ടിരുന്ന കണ്ണുകൾ അധൈര്യത്തോടെ പിൻവലിഞ്ഞു. അല്പം മുമ്പ് വരെ അവളെ കുറ്റപ്പെടുത്തിയിരുന്നവർക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലാതെയായി. ഊണുമുറിയിൽ ഒരു കനത്ത നിശബ്ദതയായിരുന്നു. പിന്നീട് തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം അലീന തന്റെ പ്ലേറ്റുമായി കിച്ചണിലേക്ക് പോയി. പിന്നാലെ ഔതക്കുട്ടിച്ചായനും ഒരു പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. തുടർന്ന് കിച്ചണിലേക്ക് ചെന്നു.
അലീനയപ്പോ നിലത്തിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇത് കണ്ടതും ഔതുക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെയാണോ കുഞ്ഞായിരിക്കുന്നത്? ആ സ്ലാബിലോട്ട് ഇരുന്ന് കഴിച്ചൂടെ? അപ്പൊ അലീന പറയുന്നുണ്ട്, ഇതാ വല്യപ്പച്ച സുഖം. അത്രയും പറഞ്ഞുകൊണ്ട് ഔതുക്കുട്ടിച്ചായനെ നോക്കി അലീന ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ഔതുക്കുട്ടിച്ചായൻ വന്ന് അലീനയുടെ അടുത്തിരുന്ന് പ്ലേറ്റ് താഴെ വെച്ചു. അയ്യോ, വല്യപ്പച്ചൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ പോരായിരുന്നോ? അത് പിന്നെ ഞാൻ ഓർത്തു നീ ഒറ്റയ്ക്കാണല്ലോ എന്ന്. നിനക്കൊരു വിഷമവും ഇല്ലേ മോളെ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഞാനല്ലല്ലോ വല്യപ്പച്ച, നിങ്ങളൊക്കെയല്ലേ വിഷമിക്കേണ്ടത്. ഒരു പെൺകുഞ്ഞിനോട് ഇത്രയും കാലം ചെയ്ത അനീതി ഓർത്ത് നിങ്ങളൊക്കെയല്ലേ വിഷമിക്കേണ്ടത്. എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ ഒരു ഊണുമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം 100 അനാഥ കുഞ്ഞുങ്ങളുടെ ഇടയിലിരുന്ന് ഭിക്ഷച്ചോറുണ്ണുന്നതാണ്. ഇത് കേട്ട് ഔതുക്കുട്ടിച്ചായന്റെ തലയും പതിയെ താന്നുപോയി. അത് കണ്ടുകൊണ്ട് അലീന പറയുകയാണ്, എന്നാലും വല്യപ്പച്ചൻ എനിക്ക് കൂട്ടിരിക്കാൻ വന്നത് അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. അല്ലെങ്കിലും കുളത്തൂർപ്പുഴയിൽ വെച്ച് നമ്മൾ ഒറ്റ കക്ഷിയല്ലേ, നമ്മളെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ? തുടർന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഊണുമുറിയിൽ നിന്നും സംഭാഷണങ്ങളൊന്നും തന്നെ കേൾക്കാനുണ്ടായിരുന്നില്ല. ആൽബർട്ടും ഔസേപ്പച്ചനും രാത്രി തന്നെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. റോബോട്ട് മുറിയിൽ വന്ന് നോക്കിയപ്പോൾ പിള്ളേരെ രണ്ടും ഇല്ല. പിള്ളേരെന്തേടി? അയാൾ ആൻസിയോട് ചോദിച്ചു. ആന്റി കഥ പറയുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി. ഇത് കേട്ട് റോബോട്ട് ചോദിക്കുന്നുണ്ട്, അവർക്ക് നാളെ സ്കൂളിൽ പോകണ്ടേ? കഥ കേട്ടങ്ങ് കിടന്നാൽ മതിയോ? അതും പറഞ്ഞ് റോബോട്ട് കുട്ടികളെ തിരക്കി അലീനയുടെ മുറിയുടെ വാതിലിലെത്തി. നോക്കുമ്പോൾ അലീന കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ രണ്ടും അവളോട് പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട്. ഇങ്ങനെ കഥ കേട്ട് കിടന്നാൽ മതിയോടാ പിള്ളേരെ? നിങ്ങൾക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ? റോബോട്ട് അല്പം ശബ്ദം ഉയർത്തി ചോദിച്ചു. കുട്ടികളാണെങ്കിൽ വരുന്നില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പം അലീന പറഞ്ഞു, ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ, അത് കഴിയുമ്പോൾ അവരങ്ങ് വന്നോളൂ. ഇത് കേട്ട് റോബോട്ട് തിരിച്ചുപോയി. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും കുട്ടികൾ വരാതായപ്പോൾ ആൻസി വന്ന് നോക്കി. രണ്ടുപേരും അലീനയോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്നുണ്ട്. ആൻസിയെ കണ്ടതും അലീന പറയുന്നുണ്ട്, കഥ കേട്ടതും രണ്ടുപേരും ഉറങ്ങി. ഇനി വിളിച്ചുണർത്തി അവരെ വാശി പിടിപ്പിക്കേണ്ടെന്ന് കരുതി ആൻസി ലൈറ്റ് അണച്ച് തിരികെ പോയി. അല്പം കഴിഞ്ഞപ്പോൾ അലീനയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൾ ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്തു. ഹലോ, എന്താടി, നീ ഉറക്കം പിടിച്ചോ? അപ്പുറത്തുനിന്നും ഒരു പരുക്കൻ ശബ്ദം കേട്ടു. അയ്യോ, പപ്പയാണോ? ഞാനൊന്ന് മയങ്ങിപ്പോയിരുന്നു. എന്നാ ഞാൻ വെച്ചേക്കാം. അയ്യോ പപ്പ വെക്കല്ലേ. പപ്പ ഇപ്പം എവിടെയാ? ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. എങ്ങനെയുണ്ട് നിനക്കവിടെ? സുഖാണ് പപ്പ. ആൽബർട്ടും ഔസേപ്പച്ചനും അവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ആ, വന്നിരുന്നു. പപ്പ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയാം അവർ വരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു അവർ നിന്നോട്? ഒന്നും പറഞ്ഞില്ലെന്നേ. ഇത് കേട്ട് സ്റ്റാൻലി അല്പനേരം മൗനമായി നിന്നു. ആ സമയത്ത് അലീന വീണ്ടും വിളിക്കുന്നുണ്ട്. പപ്പ, എന്താ ഒരു അനക്കല്ലാത്തേ? അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, നമുക്ക് നാളെ തിരിച്ചു പോകാം അല്ലേ? വേണ്ട പപ്പ, 2 ദിവസം ഞാനിവിടെ നിൽക്കട്ടെ. എൻ്റെയും കൂടി തറവാടല്ലേ പപ്പ ഇത്. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല പപ്പ. എന്നാ ശരി, നീ കിടന്നു. ഗുഡ് നൈറ്റ്. അത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ പിള്ളേരെ വിളിച്ചുണർത്തിയതും അവരെ കുളിപ്പിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതും എല്ലാം അലീന തന്നെയായിരുന്നു. എല്ലാ ദിവസവും വീട് കലാപഭൂമിയായിരുന്നു. കുട്ടികളുടെ അടിയും വഴക്കും തീർത്ത് ആൻസിക്ക് നേരമില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവർ രണ്ടുപേരും വളരെ ശാന്തരാണ്. അലീന പറയുന്നതെല്ലാം അവരനുസരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ആൻസി മറിയക്കുട്ടിയോട് പറയുകയാണ്, അടിമേടിക്കാതെ ഒറ്റ ദിവസം പോലും സ്കൂളിൽ പോയിട്ടില്ല രണ്ടാളും. പക്ഷേ ഇപ്പൊ നോക്കിയേ, എന്തൊരു ശാന്തത. ഇതൊരു അത്ഭുതമായിട്ടാ എനിക്ക് തോന്നുന്നേ. ഞാൻ വിചാരിച്ചതുപോലെയല്ല അവള്. ഇന്നലെ ഞാൻ പറഞ്ഞത് അല്പം കൂടിപ്പോയില്ലേ മമ്മി? അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു. ആൻസിക്ക് താൻ അലീനയോട് പറഞ്ഞ വാക്കുകൾ ഓർത്ത് വിഷമം തോന്നി. മഴത്തോര് മുമ്പേ എന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്നത് അതിസങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്